വീണ്ടും റഷ്യ യുക്രൈൻ യുദ്ധം അതീവ രൂക്ഷമാവുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ചുറ്റിപ്പറ്റി വൻ സുരക്ഷാ ആശങ്കകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പുടിനാകട്ടെ രഹസ്യ ബങ്കറിലേക്ക് മാറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുക്രൈൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ തന്നെ വധഭീഷണിയും ഡ്രോൺ ആക്രമണ സാധ്യതയും ഉയർന്ന പശ്ചാത്തലത്തിലാണ് പുടിൻ ഇപ്പോൾ സുരക്ഷിതമായ ഒരു ഭാഗം നോക്കി ഭൂഗർഭ സുരക്ഷാ ബങ്കറിലേക്ക് മാറിയതെന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മോസ്കോയിലെ സ്ഥിരം ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പുടിനാകട്ടെ അതീവ സുരക്ഷയ്ക്കുള്ള രഹസ്യ കേന്ദ്രത്തിലാണ് എന്നതാണ് ഇപ്പോൾ അവിടെ വലിയ രീതിയിൽ അതായത് ഇപ്പോൾ യുദ്ധ പ്രവർത്തനങ്ങൾ അദ്ദേഹം ആ ഒരു ബങ്കറിൽ ഇരുന്നാണ് നിയന്ത്രിക്കുന്നത് എന്നതാണ് വിവരങ്ങൾ. 2025 ജൂണിൽ യുക്രൈൻ നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ വെബ് ഡ്രോൺ ആക്രമണം ക്രെംലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ പോലും അവിടെ നടുക്കുന്ന ഒന്നായി തന്നെ മാറിയിരുന്നു. അതിനുശേഷം പ്രസിഡന്റിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സൈനിക അട്ടിമറി സാധ്യതകളെ കുറിച്ചും റഷ്യ സുരക്ഷാ ഏജൻസികൾ അവിടെ വലിയ രീതിയിൽ അതായത് റഷ്യൻ സുരക്ഷാ ഏജൻസികൾ വലിയ രീതിയിൽ മുന്നറിയിപ്പുകൾ നൽകിയതായിട്ടാണ് സൂചന. ഇതോടെയാണ് പുടിന്റെ സുരക്ഷാ താമസ സ്ഥലം പൂർണ്ണമായും അവിടെ രഹസ്യമാക്കിയതെന്നതാണ് വിവരം. റഷ്യ യുക്രൈൻ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ലോക രാജ്യങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി തന്നെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ വധഭീഷണികളെ തുടർന്നുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭൂഗർഭ ബങ്കറിൽ അഭയം പ്രാപിച്ചതായി തന്നെ നേരത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. യുക്രൈനുമായുള്ള യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ സൈനിക അട്ടിമറിയും ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്നതാണ് അഭ്യൂഹങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത്. നിലവിൽ മോസ്കോയിലെ ഔദ്യോഗിക ഭരണകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അദ്ദേഹം രഹസ്യ ബങ്കറിലിരുന്നാണ് മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. രാജ്യം സാധാരണ നിലയിലാണ് എന്ന് ലോകത്തെയും ജനങ്ങളെയും ബോധിപ്പിക്കുന്നതിനായി തന്നെ പുടിൻ നേരത്തെ അവിടെ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളാണ് ഔദ്യോഗിക മാധ്യമങ്ങൾ വഴി ഇപ്പോൾ പുറത്തുവിടുന്നത്. പ്രസിഡന്റുമായി അടുത്ത് പ്രവർത്തിക്കുന്ന പാചകക്കാർ അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫർമാർ എന്നിവർക്കാണ് ഇപ്പോൾ കർശന നിയന്ത്രണങ്ങളോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് മൊബൈൽ ഫോണുകളോ ഇന്റർനെറ്റ് ഉപയോഗിക്കാനോ അനുവാദമില്ല. കൂടാതെ തന്നെ ഇവരുടെ വീടുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. മോസ്കോയിൽ അടുത്തിടെ തന്നെ ഉണ്ടായ ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ പോലും ഡ്രോൺ ആക്രമണങ്ങളെ തടയാനുള്ള സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്നാൽ രാജ്യത്തെ വിവിധ സുരക്ഷാ ഏജൻസികൾക്കിടയിൽ ഏകോപനമില്ലായ്മയെ ചൊല്ലിക്കൊണ്ട് വലിയ രീതിയിലുള്ള തർക്കം നിലനിൽക്കുന്നതായും സൂചനകളുണ്ട്. രാജ്യത്ത് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങളും പൊതുവേദികളിൽ എത്താതെ തന്നെ പ്രസിഡന്റ് ഒഴിഞ്ഞു മാറുന്നതും റഷ്യൻ ജനതയ്ക്കിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തിക്ക് ഇത് കാരണമാവുകയാണ്. ജനങ്ങൾക്ക് പുടിനെ ഭയമാണ് എന്ന് തുറന്നു പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വിക്ടോറിയ ബെനിയയുടെ വീഡിയോ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. പുടിന്റെ പൊതുപരിപാടികളിൽ അവിടെ അതായത് അദ്ദേഹം പൊതുപരിപാടികൾ കുറയുന്നത് അദ്ദേഹത്തിന്റെ ജനപ്രീതിയെ ബാധിക്കുന്നുണ്ട് എന്നും ചില രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.